നമ്മൾ ഇന്ന് ക്ലാസ് എയ്റ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാൻ പോവാണ്. അപ്പം ക്ലാസ് എയ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ദേ ആർ സ്പെഷ്യലൈസ്ഡ് ക്രിയേച്ചർ ടു ലിവ് ഇൻ ദി എയർ എന്നുള്ളതാണ് അല്ലേ. ഒരു പ്രീ എമിനൻ്റ്ലി ക്രിയേറ്റഡ് ദറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദി എയർ ലൈഫ് അല്ലേ. മാർവലസ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററി കൺസ്ട്രക്ഷൻ ഉള്ള ഒരു തരം ഓർഗാനിസം ആണ് ബേർഡ്സ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം മാമൽസിനെ സംബന്ധിച്ചിടത്തോളം മാമൽസിൻ്റെ അത്രയും ഒരു എവല്യൂഷണറി ലെവലിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടില്ല എങ്കിലും എക്സെപ്റ്റ് ഫോർ ദ ഏരിയൽ ലൈഫ് നമുക്ക് മാമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാമൽസും ഇവരും തമ്മിലുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഓർഗാനിക് കണക്ഷൻ അല്ലേ. ഇത് മദറും അതുപോലെ തന്നെ യങ് വണ്ണും തമ്മിലുള്ള ഓർഗാനിക് കണക്ഷൻ എയ്വ്സിനെ സംബന്ധിച്ചിടത്തോളം മാമൽസിൻ്റെ അത്രയില്ല. കാരണം മാമൽസിൻ്റെ കേസിൽ മാമൽസ് ഫീഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്കറിയാം. ആ ഒരു ഓർഗാനിക് കണക്ഷൻ മാമൽസിൻ്റെ കേസിൽ ഉണ്ട്. മാമൽസും ബേർഡ്സും എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ദേ ആർ ഒറിജിനേറ്റഡ് ഫ്രം ദ റെപ്റ്റൈൽസ്. പക്ഷെ എന്താണ്, രണ്ടും രണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവല്യൂഷണറിലി ലിങ്ക് നോക്കുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം എയ്വ്സിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാമൽസുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാം ബ്ലഡഡ്നെസ് ആണ്. നമുക്കറിയാം വാം ബ്ലഡഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി ഔട്ട്സൈഡ് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ, ഓക്കെ, ഹോട്ട് ബ്ലഡഡ് നേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹോമിയോതേംസ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് മാമൽസിനെ പോലെ തന്നെ ബേർഡ്സ്. അടുത്തത് ഓവി പാരിറ്റി ആണ്. ഓവി പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ എഗ് ലൈയിങ് ഓർഗാനിസംസ്. എഗ് ഹാച്ച് ഔട്ട് ചെയ്തിട്ടാണ് യങ് വൺസ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഒരു ക്യാരക്ടർ. അടുത്ത ക്യാരക്ടർ ചില മാമൽസിലുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ, ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പിഡാൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ട് ലിംബ് ഉപയോഗിച്ചിട്ടുള്ള ബൈപ്പിഡാൽ മൂവ്മെൻറ്റ്, വാക്കിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലാസ് എയ്വ്സിൻ്റെ ക്യാരക്ടറായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഫെതേർഡ് ആയിട്ടുള്ള ഫോർ ആം ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ദി ഫ്ലൈറ്റ് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ബോഡിക്ക് മാമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെയറിന് പകരം ഫെദർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്ന്. അപ്പം ഫെതേർഡ് ക്യാരക്ടർ എന്നുള്ളത് ഇതിൻ്റെ ഒരു സാലിയൻ ഫീച്ചറായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നൗ വിങ്ഡ് ആൻഡ് ടൂത്ത്ലെസ് വെർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പം ജോസിൽ അല്ലെങ്കിൽ നമ്മൾ ജോനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബീക്കാണെന്ന് അറിയാം. അപ്പം ബീക്കിൽ നമുക്ക് പല്ലുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല എക്സെപ്റ്റ് ഫോർ ദി എവല്യൂഷണറി ഒറിജിൻ. ഇപ്പം ആർക്കിയോപ്റ്ററിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ടൂത്ത്ഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് നമുക്കറിയാം, ബേർഡ്സിന്റെ ഒറിജിൻ ഫോം ആണത്. പക്ഷേ ലേറ്റർ ഓൺ എവല്യൂഷണറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടൂത്തൊക്കെ നഷ്ടപ്പെട്ടിട്ട് ടൂത്ത്ലെസ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ് ആയിട്ട് ബേർഡ്സ് മാറിയിട്ടുണ്ട്. അടുത്തത് ആണ് ടെട്രാലോക്കുലാർ ഹാർട്ട്. 4 ചേംബറുള്ള ഹാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ പോസിബിൾ ആണ് അല്ലേ. കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ പോസിബിൾ ആണ്. 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ കൃത്യമായ ബാരിയേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ആവുന്നില്ല എന്നുള്ളതാണ് ഡബിൾ സർക്കുലേഷനിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നൗ ഇലാബറേറ്റ് റെസ്പിറേറ്ററി മെക്കാനിസം ഈസ് ദർ. സോ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈ എനർജി റിക്വയറിങ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ടിഷ്യൂസിലേക്ക്, മസിൽസിലേക്ക് ഓക്സിജന്റെ സപ്ലൈ ധാരാളം ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു സപ്ലൈ പ്രൊവൈഡ് ചെയ്യേണ്ട തരത്തിലേക്കുള്ള ഇലാബറേറ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി മെക്കാനിസം ഈസ് പ്രസന്റ് ഇൻ കേസ് ഓഫ് ദി ബേർഡ്സ്. നൗ എക്സീഡിംഗ്ലി ഹൈ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാം ബ്ലഡഡ് നേച്ചർ ആണുള്ളത്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറും കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. എന്തുകൊണ്ടായിരിക്കും ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ടുണ്ടാവുക? ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് മെറ്റബോളിസം ആണ്. മെറ്റബോളിസം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി ടെമ്പറേച്ചറും ഹൈ ആയിട്ട് മാറും. Okay, so intense metabolism and great powers for the flight. That is the next salient feature of the birds. അപ്പം ഇത് കഴിഞ്ഞിട്ടില്ല, 1 by 1 ആയിട്ട് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു സാലിയൻ ഫീച്ചേഴ്സിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നൗ കുറച്ച് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയിൻ ക്യാരക്ടർ ഓഫ് ദി എയ്വ്സ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സാലിയൻ ഫീച്ചേഴ്സ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് ക്ലാസിന്റെ കേസിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കും.
ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് എടുക്കാൻ വേണ്ടി പറ്റുക, ഡിസ്റ്റിങ്വിഷൻ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കാം. ഇതിൽ ഒന്നാമതാണ് an exoskeleton. Okay, an exoskeleton covering of epidermal feathers. ഓക്കെ, ആൻഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാലിൽ മാത്രം, ഓക്കെ, കാലിൽ മാത്രമാണ് സ്കെയിൽസ് റെസ്ട്രിക്റ്റ്, ഈ എൻഡിൽ മാത്രമായിട്ട് നമുക്ക് ഇതാണ് സ്കെയിൽ അല്ലേ, ഒരു ശൽക്കങ്ങൾ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് പോളിഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു കവറിങ് കാണാം, ഇതാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ എപ്പിഡെർമൽ സ്കെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫെതേഴ്സും പ്രസന്റ് ആണ് ഇൻ കേസ് ഓഫ് ദി ബേർഡ്സ്. അപ്പം an exoskeleton covering of epidermal feathers and scales. Scales are present only on the shank and the foot. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ആണ് സ്കെയിൽസിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, okay, now jaws are modified into toothless beak or bill covered by an epidermal sheath called rhamphotheca. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ അപ്പർ ജോയും ലോവർ ജോയും കൂടെ ചേർന്നിട്ടാണ് ബീക്ക് ഫോർമേഷൻ നടന്നിരിക്കുന്നത്. ഈ ബീക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ബേർഡ്സിലും ബീക്കിൻ്റെ സൈസും അതുപോലെ തന്നെ ഷേപ്പും ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഫുഡ് ഹാബിറ്റുമായിട്ട് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇപ്പം നെക്ടർ ഫീഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് ആയിട്ടുള്ള ബീക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നോർമലി ഓംനിവോറസ് ആയിട്ടുള്ള ഓർഗാനിസം ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ജനറലൈസ്ഡ് ബീക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഫിഷസിന് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്ന ബേർഡ്സിൻ്റെ ഒക്കെ കേസിൽ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സീഡ്സ് റപ്ചർ ചെയ്യുന്ന ബേർഡ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ബീക്ക് നമുക്ക് പല ബേർഡ്സിൽ കാണാം, ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഫുഡ് ഹാബിറ്റ്. അപ്പം ഇതിൽ തന്നെ ഒരു സെൻസറി ആയിട്ടുള്ള റാംഫോതീക്ക ഇതിൻ്റെ അപ്പർ ബീക്കിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് കാണാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് ഫോർ ഫ്ലൈറ്റ്. നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണ്, ക്യാരക്ടേഴ്സ് തന്നെയാണ്. ദെൻ ഡിജിറ്റ്സ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഫോർ ലിംബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറകിൽ 3 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, 3 ഡിജിറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈൻഡ് ലിംബ് എടുക്കുകയാണെങ്കിൽ, കാലെടുക്കുകയാണെങ്കിൽ 3 തൊട്ട് 4 വരെ, 4ൽ കൂടുന്നില്ല, മറിച്ച് 3 തൊട്ട് 4 വരെ ഡിജിറ്റ്സ് നമുക്ക് കാലിലും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നൗ ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, ഓയിൽ ഗ്ലാൻഡ് അതായത് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സിംഗിൾ ഗ്ലാൻഡ് നോൺ ആസ് ദി ഓയിൽ ഗ്ലാൻഡ് ഓർ ദി പ്രീൻ ഗ്ലാൻഡ്. ഓക്കെ, ഒരു ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് അത് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് പ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ടിപ്പിലായിട്ട് നമ്മുടെ ടെയിലിൻ്റെ ഫെതേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു റീജിയനിലാണ് നമുക്ക് ഈ പ്രീൻ ഗ്ലാൻഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ ഈ വാലിൻ്റെ ഇടയിലേക്ക് കൊക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുമിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫെതേഴ്സിന് ഇങ്ങനെ നമ്മൾ മുടി ചീകുന്ന പോലെ ചെയ്യുന്നത് ബേർഡ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഇവിടെ നിന്നുള്ള ഓയിൽ സെക്രീഷൻ എടുത്ത് അത് ഈ പ്രീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ബേർഡ്സ് ആ പ്രവൃത്തിയിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് ആണ് ബേർഡ്സിന്റെ കേസിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുക. നൗ ഇതിന്റെ ബോൺ എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ബോൺ ആണ്. നമുക്കറിയാം ഏരിയൽ ലൈഫാണ് ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം, പറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ ബൊയൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതിന്റെ ബോൺ എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ബോൺ ആണ്, വിച്ച് ഈസ് ഹാവിങ് എയർ ക്യാവിറ്റീസ് ഇൻസൈഡ്. നമുക്ക് ഈ ബോണിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കാണാം, ഒരുപാട് എയർ സ്പേസ്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ബോൺ അല്ല ഇതിന്റെ കേസിലുള്ളത്, മറിച്ച് എന്താണ്, ഹോളോ ആയിട്ടുള്ള എയർ സ്പേസ് ഉള്ള ബൊയൻസി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ബോൺ ആണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് ബോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂമാറ്റിക് ബോൺ എന്ന് പറയുന്ന ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം, അപ്പൊ അത് ഓർമ്മയിൽ ഉണ്ടാവണം. നെക്സ്റ്റ് വൺ ഈസ് മോണോകൊണ്ടേലിയൻ ആൻഡ് ഡൈ ക്യാപ്സിഡ് സ്കൾ. ഓക്കെ, മോണോകൊണ്ടേലിയൻ ആൻഡ് ഡയാപ്സിഡ് സ്കൾ. ഡയാപ്സിഡ് സ്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണോകൊണ്ടേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓക്സിപിറ്റൽ കൊണ്ടയിലാണ്. ഡയാപ്സിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പോറൽ ഫോസ എന്ന് പറയുന്നത് സ്കള്ളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കള്ളിൽ ഹോള് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സ്കള്ളിന്റെ കേസിൽ ഒരു ഐ പോലെ തന്നെ ഐന്റെ ഓർബിറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഹോളുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെ ടെമ്പോറൽ ഫോസ എന്ന് പറയുന്നത്. ഈ ഫിഗർ ഇവിടെ ഇല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫിഗർ വരുന്നുണ്ട്, അപ്പം ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം
അതിനെയാണ് നമ്മൾ ടെമ്പോറൽ ഫോസ എന്ന് പറയുന്നത്. രണ്ട് ടെമ്പോറൽ ഫോസ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓക്സിപിറ്റൽ കൊണ്ടയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മോണോകൊണ്ടേലിയൻ ആൻഡ് ഡയാപ്സിഡ് സ്കൾ എന്ന് അതിനെ പേര് വിളിക്കാനുള്ള കാരണം. നൗ നെക്ക് വെർട്ടിബ്ര എന്ന് പറയുന്നത് ഹെറ്റിറോസീലസ് ആണ്. നമുക്കറിയാം പല ടൈപ്പ് അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് വെർട്ടിബ്രൽ കോളത്തിലെ വെർട്ടിബ്രേനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഓക്കെ, ഹെറ്റിറോസീലസ് ഇവിടെ നമുക്ക് എ സീലസ് എന്ന് പറയാം. കാരണം രണ്ട് വശത്തേക്കും കുഴിയോ അല്ലെങ്കിൽ പ്രൊജക്ഷനോ ഇല്ലാത്തതിനെയാണ് നമ്മൾ എ സീലസ് എന്ന് പറയുന്നത്. നോക്കിയേ ഇവിടുത്തെ ഷേപ്പ് നോക്കിയേ, ഈ നീല കളർ കാണുന്നത് കാർട്ടിലേജ് ആണ്. അപ്പൊ ഇന്റർ വെർട്ടിബ്രൽ കാർട്ടിലേജ് ആണ് ആ നീല കളറിൽ കാണുന്നത്. മറിച്ച് അല്ലാതെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ്, ഇവിടെ ഒരു അല്ലെ നേരെയാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനാണ് എ സീലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആംഫിസീലസ് എന്ന് പറയുന്ന ഒരവസ്ഥ കാണാം. നോക്കി രണ്ട് ഭാഗത്തേക്കും കുഴിയായിട്ട് ആണുള്ളത്. ഓക്കെ, പ്രോസീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി പ്രോ എന്ന് പറയുമ്പോൾ പ്രൊസീഡിങ്, അതായത് ആന്റീരിയർ പോർഷനിൽ ഈ ഡിപ്പ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോസീലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആന്റീരിയർ പോർഷനിൽ ഡിപ്പ് ഉള്ളതിന്. രണ്ട് ഡിപ്പും ഒരേ ഇതിലേക്കാണെങ്കിൽ, ആന്റീരിയർ സൈഡ് മാത്രമാണെങ്കിൽ അതിനെ പ്രോസീലസ് എന്ന് വിളിക്കും. രണ്ട് ഡിപ്പും ഒരേ സൈഡിലേക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് ദി ഒപ്പിസ്റ്റോസീലസ് എന്നുള്ളത്. ആൻഡ് നൗ ഹെറ്ററോസീലസ് ഈസ് ദർ. ഹെറ്ററോസീലസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സാഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. ഓക്കെ, ഫുൾ പ്രൊജക്ഷൻ ഇല്ല, ഈ ഒരു കൈൻഡ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ പ്രോസീലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആൻറ്റീരിയർ പോർഷനിലേക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്ക് ആ ഒരു ഡയറക്ഷനാണ്, ആ കുഴി എങ്ങോട്ടിരിക്കുന്നു എന്നതിൻ്റെ ഡയറക്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ വെർട്ടിബ്രേനെ ഹെറ്ററോസീലസ്നോ ആംഫിസീലസ്നോ പ്രോസീലസ്നോ അല്ലെങ്കിൽ എസീലസ്നോ ഒക്കെ വിളിക്കുന്നത്. നൗ ലാർജ് ആൻഡ് കീൽഡ് സ്റ്റേർണം. ഓക്കെ, ലാർജ് ആൻഡ് കീൽഡ് സ്റ്റേർണം, ഇത് എവല്യൂഷണറി ഏറ്റവും പഴയ ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ ഇത് ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നോർമലി ഇപ്പോഴുള്ള ന്യൂ എറയിലുള്ള ബേർഡ്സ് എടുക്കുകയാണെങ്കിലാണ് ഈ ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് പ്രസന്റ് ആയത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എവല്യൂഷണറി പഴയ ബേർഡ്സിനെ കുറിച്ച് പറയാനുണ്ട്. ആ കേസ് എടുക്കാൻ ക്രിറ്റേഷ്യസ് ബേർഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി റെഡ്യൂസ്ഡോ അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടോ നമുക്ക് കാണാം. ഓക്കെ, ഇത് മോഡേൺ ബേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഒറിജിനൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം കീൽഡ് സ്റ്റേർണം, ഇതാണ് സ്റ്റേർണം എന്നുള്ള അറിയാം. കീൽഡ് സ്റ്റേർണം എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ ഒരു ഫ്ലൈറ്റ് മസിൽസിനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സർഫേസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റേർണം. അതിലേക്ക് ഫ്ലൈറ്റ് മസിൽസിനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ കാണാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കീൽഡ് സ്റ്റേർണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കീൽഡ് സ്റ്റേർണം എന്ന് പറയുന്നത് ഫ്ലൈയിങ് ബേർഡ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം ഫോർ ദി അറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലൈറ്റ് മസിൽ. ഇപ്പൊ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിൽ അത് എന്തായിരിക്കും, കീൽലെസ് ആയിരിക്കും. കാരണം ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിൽ അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ് ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. നൗ ഡബിൾ ഹെഡഡ് റിബ്സ് ആണ്. ഡബിൾ ഹെഡഡ് റിബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഒരു ഹെഡ് ഇവിടെ ഉണ്ട്, ഒരു ഹെഡ് ഇവിടെ ഉണ്ട്. സോ ഡബിൾ ഹെഡഡ് റിബ്സ് ആണ് ഇതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് there is a presence of uncinate process in case of the ribs. ഇതാണ് uncinate process എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്കെലിറ്റൽ സിസ്റ്റം എടുക്കാൻ നോക്കിയാൽ നിങ്ങൾ റിബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഹെഡ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അറ്റാച്ച്മെന്റ് രണ്ട് ഹെഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു തുടക്കത്തിലായിട്ട് നമുക്കൊരു പ്രൊജക്ഷൻ, ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ അൺസിനേറ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ വരച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക, അൺസിനേറ്റ് പ്രോസസ് എന്ന് പറയുന്നത് അതാണ്. Now, in the forelimb, distal carpels and metacarpals fuse to form the carpometacarpus. നമ്മൾ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെ, കാർപ്പൽസ് മെറ്റാകാർപ്പൽസ് എന്ന് പറഞ്ഞിട്ടാണ്, ടാർസൽസ് മെറ്റാടാർസൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ബേർഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് കാർപ്പോമെറ്റാകാർപ്പസും അതുപോലെ തന്നെ ടിബിയോ ടാർസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, in the forelimb, distal carpels, okay, distal carpels and metacarpals fuse to form the carpometacarpus. You can see here in the red mark, ഇവിടെ റെഡ് ആയിട്ട് കാണിച്ചേക്കുന്നത് ഈ കാർപ്പോമെറ്റാകാർപ്പസ് ആണ്. അപ്പൊ ഡിസ്റ്റൽ കാർപ്പൽസും അതുപോലെ തന്നെ മെറ്റാകാർപ്പൽസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായതാണ് കാർപ്പോമെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹൈൻഡ് ലിംബിലേക്ക് എടുക്കുകയാണെങ്കിൽ you can see the tarsometatarsals എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാണാം.
ഓക്കെ, അതുപോലെ തന്നെ ടിബിയോ ടാർസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കാണാം. ഓക്കെ, ഇൻ ദ ഹൈൻഡ് ലിംബ് പ്രോക്സിമൽ ടാർസൽസ് എന്ത് ചെയ്യുന്നു, ഫ്യൂസ് വിത്ത് ടിബിയ. ടിബിയ ആൻഡ് ഫിബുല എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഫോർ ആമിലുള്ള ബോൺസ് ആണെന്ന് അറിയാം. അപ്പൊ അതുപോലെ ഫോർ ആം ഇൻ ദ സെൻസ് താഴെ, ഫോർ ആം അല്ല, ഫോർ ലെഗിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടമ്പിന്റെ തൊട്ട് മുകളിലുള്ള ഒരു സ്ഥലത്തുള്ള ടിബിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ടിബിയ ഫിബുല എന്ന് പറയുന്നത് നമുക്കറിയാം. അതിലെ ടിബിയ ഈസ് ആക്ച്വലി ഫ്യൂസിങ് വിത്ത് പ്രോക്സിമൽ ടാർസൽസ്. പ്രോക്സിമൽ ടാർസൽസ് എന്ന് പറയുന്നത് ഏറ്റവും പിറകിലുള്ള ടാർസൽസുമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഫോംസ് ദി ടിബിയോ ടാർസസ്. ഓക്കെ, അതാണ് പ്രോക്സിമൽ ടാർസൽ ആണ്. ഇനി ഡിസ്റ്റൽ ടാർസൽ അവിടെ ബാക്കിയാണ്. ഈ ഡിസ്റ്റൽ ടാർസൽ എന്ത് ചെയ്യുന്നു, മെറ്റാ ടാർസൽസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ടാർസോ മെറ്റാ ടാർസസ് ഫോം ചെയ്യുന്നു. അപ്പം എടുക്കുക, ഫോർ ലിംബിന്റെ കേസിൽ ജോയിന്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നതാണ് കാർപ്പോ മെറ്റാ കാർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈൻഡ് ലിംബിലുള്ള ജോയിന്റ് ആയിട്ടുള്ളതാണ് ടിബിയോ ടാർസസും അതുപോലെ തന്നെ ടാർസോ മെറ്റാ ടാർസസ് എന്ന് പറയുന്നത്. Now, ankle joint is an intertarsal mesotarsal joint. Ankle joint എന്ന് പറയുന്നത് intertarsal അല്ലെങ്കിൽ mesotarsal joint ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ദി ടാർസൽ റീജിയൻ ആണ് ജോയിന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. Now, pectoral girdle has a characteristic V-shaped furcula or wishbone. You can see that. നമുക്കറിയാം പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് ഫോർ ലിംബിന്റെ ഇതുമായിട്ട് വെർട്ടിബിൾ കോറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബോൺ ആണ് എന്നുള്ള അറിയാം. ഒരു ജോയിന്റ് ബോൺ ആണ് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. ഇതിന് ബേർഡ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് വി ഷേപ്ഡ് ആയിട്ടുള്ള ഫർക്കുല വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദി പെക്ടോറൽ ഗേർഡിൽ. അപ്പം ഈ ഗ്രീൻ കാണിച്ചേക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദി വി ഷേപ്ഡ് ഫർക്കുല വിച്ച് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ബേർഡ്സ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി പെക്ടോറൽ ഗേർഡിൽ. ഇനി അതുപോലെ തന്നെ പെൽവിക് ഗേർഡിലിന്റെ കേസിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങൾ 4 പ്രൊജക്ഷൻസ് പെൽവിക് ഗേർഡിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 4 പ്രൊജക്ഷൻസ്. ഓക്കെ, 1 2 അതുപോലെ തന്നെ താഴെ. ഓക്കെ, 4 പ്രൊജക്ഷൻസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ടെട്രാ റേഡിയേറ്റ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേർഡ്സിന്റെ കേസിലുള്ള പെൽവിക് ഗേർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെട്രാ റേഡിയേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി ഇലോങ്ങേറ്റഡ്. ഇനി പെക്ടോറൽ ഗേർഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി having a furcula or wishbone which is V-shaped. അതും ബേർഡ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പെക്ടോറൽ ഗേർഡിന്റെയും പെൽവിക് ഗേർഡിൽ. ഇപ്പം പെക്ടോറൽ ഗേർഡിൽ വാട്ട് ഈസ് ദ യുണീക് ഫീച്ചർ ഓഫ് പെക്ടോറൽ ആൻഡ് പെൽവിക് ഗേർഡിൽ ഓഫ് ബേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതാണ് ഫർക്കുല എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടെട്രാ റേഡിയേറ്റ് ആൻഡ് ഇലോങ്ങേറ്റഡ് പെക്ടോറൽ പെൽവിക് ഗേർഡിൽ എന്നുള്ളതും. ഓക്കെ, അപ്പം വി ഷേപ്ഡ് ആയിട്ടുള്ള ഫർക്കുല ക്യാരിയിങ് പെക്ടോറൽ ഗേർഡിലും അതുപോലെ തന്നെ ഇലോങ്ങേറ്റഡ് ടെട്രാ റേഡിയേറ്റ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. Now, coming to the anatomic part, the circulatory system എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ടെട്രാലോക്കുലാർ ഓർ 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ആണ് വിത്ത് കംപ്ലീറ്റ്ലി പാർട്ടീഷൻഡ് 2 ഓറിക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. ഓക്കെ, അപ്പം അത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നടക്കുന്ന ഒരു ഓർഗാനിസം ആണ് ബേർഡ്സ് എന്ന് പറയുന്നത്. Now, only the right aortic arch is persist. അപ്പോൾ ലെഫ്റ്റ് അയോട്ടിക് ആർച്ച് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. ഓക്കെ, നോർമൽ കേസ് എടുക്കുകയാണെങ്കിൽ മാമൽസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അയോട്ടിക് ആർച്ചസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം റെപ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ലെഫ്റ്റ് ആബ്സെന്റ് ആണ്. അപ്പം അയോട്ടിക് ആർച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ഓൺലി ദി റൈറ്റ് അയോട്ടിക് ആർച്ച്. നിങ്ങൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. Now, റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് മാമൽസിലുള്ളതുപോലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റീനൽ പോർട്ടൽ സിസ്റ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം അത് ഒരു റൂഡിമെന്ററി ആയിട്ടുള്ള ഒരു വെസ്റ്റീജിയൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു റീനൽ പോർട്ടൽ സിസ്റ്റം ആണ് ഇതിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. Now, ബേർഡ്സിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ കോൾഡ് സിറിങ്സ്. ഇപ്പം ലാരിങ്സ് വോക്കൽ കോഡ് എന്ന് പറയുന്നതിന്റെ കേസിൽ ഫങ്ഷൻലെസ് ആണ് അല്ലെങ്കിൽ ആബ്സെന്റ് ആണ്. അതിന് പകരമായിട്ട് ബേർഡ്സിന്റെ കേസിലുള്ള സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ആണ് സിറിങ്സ് എന്ന് പറയുന്നത്. അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം നിങ്ങൾ ബേർഡ്സിന്റെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്യാരക്ടർ പഠിക്കും. പക്ഷേ ഈ ജനറൽ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം സിറിങ്സ് എന്ന് പറയുന്നത് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഇൻ ബേർഡ് ആണ്. അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇനി കിഡ്നി എടുക്കുകയാണെങ്കിൽ ദർ ഇസ് മെറ്റാനെഫ്രിക് കിഡ്നി ആൻഡ് യൂറിക്കോടെലിക് എക്സ്ക്രീഷൻ ഈസ് ദർ. യൂറിനറി ബ്ലാഡർ ഈസ് ആബ്സെന്റ്.
എന്തുകൊണ്ടായിരിക്കും യൂറിനറി ബ്ലാഡർ ആബ്സെന്റ് ആയിട്ടുണ്ടാവുക? ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം യൂറിനറി ബ്ലാഡർ പ്രസന്റ് ആയിരുന്നെങ്കിൽ യൂറിൻ ക്യാരി ചെയ്യും അല്ലെ, യൂറിനറി ബ്ലാഡറിൽ ഫില്ലാവുന്നത് വരെ യൂറിൻ ക്യാരി ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് വെയിറ്റ് കൂടും ബേർഡിന്റെ. അപ്പം ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിനറി ബ്ലാഡർ എവല്യൂഷണറി ഇത് ആബ്സെന്റ് ആയിട്ടുണ്ട്. ഒരു അഡാപ്റ്റേഷൻ, ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അല്ലെ നടന്നു പോകുമ്പോഴൊക്കെ മുകളിൽ നിന്ന് കാട്ടം താഴോട്ട് വീഴും അല്ലെ. ഇപ്പം ബേർഡ്സിന്റെ ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് നമുക്ക് അതിനെ പിന്നെ പറയാം. അപ്പം അതാണത്. അപ്പം അതിന് കാരണം എന്ന് പറയുന്നത് അല്ലെ, പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂറിനറി ബ്ലാഡർ ആബ്സെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ യൂറിക്കോട്ടിലിക് എക്സ്ക്രീഷൻ ആണ്, യൂറിക് ആസിഡ് ആണ്. നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. മെറ്റാനെഫ്രിക് കിഡ്നി, പ്രോനെഫ്രിക്, മീസോനെഫ്രിക്, മെറ്റാനെഫ്രിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിഡ്നിയുടെ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ മെറ്റാനെഫ്രിക് കിഡ്നി ആണ് ബേർഡ്സിന്റെ കേസിൽ ഉണ്ടാവുക. നൗ ഓവറി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു വൺ സൈഡ് നമുക്കറിയാം പെയർഡ് ഓവറി ആണ് നമ്മുടെയൊക്കെ കേസിൽ ഉണ്ടാവുക. ഇതിന് പകരം പെയർഡ് ആയിട്ടുള്ള ഓവറി ഇല്ല, മറിച്ച് റൈറ്റ് ഓവറി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ഓവിഡക്റ്റും, ഓക്കെ സോറി നോട്ട് ലെഫ്റ്റ് ഓവറി മാത്രമേ ഉള്ളൂ, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഓവിഡക്റ്റും. റൈറ്റ് ഓവറിയും റൈറ്റ് ഓവിഡക്റ്റും എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. സോ റൈറ്റ് ഓവറി ആൻഡ് റൈറ്റ് ഓവിഡക്റ്റ് ഈസ് ആബ്സെന്റ് ഇൻ കേസ് ഓഫ് ദി അഡൾട്ട്. ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഇതിന്റെ പ്രസൻസ് കാണുമെങ്കിലും പിന്നീട് അത് റൂഡിമെന്ററി ആയിട്ട് ഡിസന്റഗ്രേറ്റ് ചെയ്ത് പോകും. അഡൾട്ടിലേക്ക് എത്തുമ്പോൾ റൈറ്റ് ഓവറിയും റൈറ്റ് ഓവിഡക്റ്റും ആബ്സെന്റ് ആയിരിക്കും, ലെഫ്റ്റ് മാത്രമേ പ്രസന്റ് ആയിട്ടുണ്ടാവുള്ളൂ. നൗ ഓൾഫാക്ടറി ഓർഗാൻസ് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല ഇതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഫാക്ടറി ഓർഗാൻസ് ഓൾമോസ്റ്റ് റൂഡിമെന്ററിയോ അല്ലെങ്കിൽ വെസ്റ്റീജിയൽ എന്നൊക്കെ പറയാൻ നോക്കാം. പുവർ സ്മെല്ലിംഗ് എബിലിറ്റിയാണ് ബേർഡ്സിന്റെ കേസിൽ ഉള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ആവശ്യം ഇല്ലാത്തതാണ് അതിന് കാരണം. സ്മെല്ല് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി എടുക്കുന്ന ആളല്ല, മറിച്ച് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വിത്തൗട്ട് പ്രിഫറൻസ് അത് ഈറ്റ് ചെയ്യും. ഓക്കെ, അപ്പം സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കേണ്ട, മറിച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള ഐ അതിനുണ്ട്. അങ്ങനെ ഐ വെച്ചിട്ടാണ് ഇതിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഐസ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് ആൻഡ് പെക്ടൻ. സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഐ ഇവിടെയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ്. അപ്പം ഇത് ഈ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള സീലിയറി മസിൽസ് അറ്റാച്ച് ചെയ്യാനൊക്കെ ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ബേർഡ്സിന്റെ വിഷന് കാര്യമായ മുതൽക്കൂട്ടാണ് ഈ പറയുന്ന പെക്ടൻ എന്ന് പറയുന്നത്. വിഷൻ കൂടാൻ കാരണം നമുക്കറിയാം പരുന്തൊക്കെ എത്രയോ ഹൈറ്റിൽ നിന്നാണ് താഴെയുള്ള മീനിനെയോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനെയൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ അത്രയും ഒരു പവർ ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ റിസൾട്ട് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി പെക്ടൻ. നൗ എഗ്സ് ആർ ഷെൽഡ്. ഓക്കെ, അപ്പം ക്ലീഡോയിക് ആയിട്ടുള്ള എഗ്ഗാണ് ആൻഡ് ആംനിയോട്ടിക് എഗ്ഗാണ്. ആൻഡ് ഇറ്റ് ഈസ് എവിലി യോക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോലിസിത്തൽ ആയിട്ടുള്ള എഗ്ഗാണ്. എഗ്സ് എന്ന് പറയുന്നത് ക്ലീഡോയിക് ആണ്, ആംനിയോട്ടിക് ആണ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ദി മാക്രോലിസിത്തൽ. എന്ന് വെച്ചാൽ യോക്കിന്റെ പ്രസൻസ് വളരെ അധികമാണ്. ഷെൽഡ് ആണ് എഗ്ഗ് എന്ന് പറയുന്നത് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ആംനിയോട്ടിക് മെംബ്രെയിൻ ഇസ് ദർ. നൗ ചില ഫീച്ചേഴ്സ് റെപ്റ്റൈലിയൻ ഫീച്ചേഴ്സുമായിട്ട് മമാലിയൻ ഫീച്ചറുമായിട്ട് നമുക്ക് ബേർഡ്സ് ഷെയർ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ചില റെപ്റ്റൈലിയൻ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ സെവറൽ ഏവിയൻ ഫീച്ചേഴ്സ് ആർ ഷെയർഡ് ബൈ സം റെപ്റ്റൈലിയൻ ഗ്രൂപ്പ്സ്. അപ്പം അതിൽ ബേർഡ്സ് ഡൈനോസേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ബൈപിഡാലിറ്റി എന്ന് പറയുന്നത്, ആൻഡ് ന്യൂമാറ്റിക് ബോൺസ്, പ്രീ ലാക്രിമൽ ഫോസ, ആൻഡ് ദർ ഈസ് റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ഫിംഗേഴ്സ് ആൻഡ് സിംപ്ലിഫൈഡ് ഹൈൻഡ് ലിംബ് വിത്ത് മീസോടാർസൽ ജോയിന്റ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് അറിയുന്നതാണ്, ന്യൂമാറ്റിക് ബോൺ പറഞ്ഞതാണ്, ബൈപിഡാലിറ്റി പറഞ്ഞതാണ്, നമ്പർ ഓഫ് ഫിംഗേഴ്സ് റെഡ്യൂസ്ഡ് ആണ് എന്നുള്ളത് പറഞ്ഞതാണ്, മീസോടാർസൽ ജോയിന്റ്സിനെ കുറിച്ചും പറഞ്ഞതാണ് അല്ലെ, മീസോടാർസൽ ജോയിന്റ്സിനെ കുറിച്ചും പറഞ്ഞതാണ്. എല്ലാം പറയണ്ടേ ഇവിടെ, കാരണം എന്താണ്, നമ്മൾ ഷെയർ ചെയ്യുന്നത് ഡൈനോസേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഇനിയിപ്പോൾ മീസോടാർസൽ ജോയിന്റ് പറഞ്ഞുകൊണ്ട് നേരെ അപ്പുറം പോയിട്ട് ഫോർലിമിന്റെ ടിബിയോടാർസലും കൂടെ അവിടെ പറയേണ്ടതാണ്,
നോട്ട് ടിബിയോ ടാസൽ, കാർപ്പോ മെറ്റാകാർപ്പലും കൂടെ അവിടെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ഡൈനോസേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. അപ്പം ഇതിൽ ഒരു ആള് മാത്രമാണ് നമുക്ക് പരിചയമില്ലാത്ത ആള്, പ്രീ ലാക്രിമൽ ഫോസ എന്ന് പറയുന്നത്. പ്രീ ലാക്രിമൽ, ലാക്രിമൽ എന്ന് പറയുന്നത് കണ്ണുനീർ ഗ്രന്ഥി അല്ലെ, ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ഗ്രന്ഥിയാണ്. അപ്പം ഈ അതിന്റെ പൊസിഷനോട് അനുബന്ധിച്ച് കാണുന്ന ഒരു ചെറിയ ഹോളാണ് ഈ പറയുന്ന, ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് പല ബേർഡ്സിലും പല പൊസിഷനിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ലാക്രിമൽ ഫോസ എന്ന് പറയുന്നത്. ചെറിയൊരു ഹോൾ നമുക്ക് ഇവിടെ കാണാം, അതാണ് പ്രീ ലാക്രിമൽ ഫോസ എന്ന് പറയുന്നത്. ഫോസ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടെമ്പോറൽ ഫോസ. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, ഓർബിറ്റ്, അതിന്റെ ഓർബിറ്റ് എൻകോപ്പ് ചെയ്യുന്ന സാധനമാണിത്. അത് കൂടാതെ ഓക്കെ, രണ്ട് തുളയും കൂടെ ഇവിടെ കാണാം അല്ലെ, ഹോള് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടെമ്പോറൽ ഫോസ എന്ന് പറയുന്നത്. ഡയാപ്സിഡ് സ്കള്ള് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു, രണ്ട് ടെമ്പോറൽ ഫോസ ഉണ്ടായിരുന്നു. ഓക്കെ, സിനാപ്സിഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പോറൽ ഫോസ ഉള്ളതാണ്. ആൻഡ് അനാസ്പിഡ് എന്ന് പറയുന്നത് ഒറ്റ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ടെമ്പോറൽ ഫോസ, രണ്ട് ടെമ്പോറൽ ഫോസ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ക്യാരക്ടർ. നൗ സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് ഇൻ ദ ഐ ഈസ് എ ഫീച്ചർ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫിഗർ കണ്ടാൽ ഞാൻ പറഞ്ഞുതരാന്നുള്ളത്, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് അത് ബേർഡ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അതുപോലെ തന്നെ ജുറാസിക് വേൾഡിലുള്ള ടീറോസോർസ് ആൻഡ് ഇക്തിയോസോർസ്, ഈ രണ്ട് പേരും ഈ ബേർഡ്സുമായിട്ട് ഈ ക്യാരക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. ഏത് ക്യാരക്ടർ, സ്ക്ലീറോട്ടിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. Now, specialized structure of cerebellum is characteristics of birds and pterosaurs. അത് ജുറാസിക് വേൾഡിലുള്ള നമ്മുടെ ഡൈനോസേഴ്സ് ഓർഗാനിസമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറെ ഓർഗാനിസം ഉണ്ടല്ലോ, അപ്പൊ അതിലൊന്നാണ്. അതിന്റെ പേര് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, കാരണം ഇതിന്റെയൊക്കെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിത്തം നടക്കൂല. ഓക്കെ, ആ പേര് അങ്ങോട്ട് പഠിച്ചു നോക്കുക, ടീറോസോസും ഇക്തിയോസോസും ഒക്കെ. അപ്പൊ ടീറോസോസുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് സ്പെഷ്യലൈസ്ഡ് സെറിബെല്ലർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. Now, ഡയാപ്സിഡ് സ്കള്ള് എന്ന് പറയുന്നത്, that means with two pairs of temporal opening or temporal fossa in the skull, is found in birds and archosaurians. Okay, archosaurians. ക്ലിയർ ആണല്ലോ. അപ്പം ആർക്കോസോറിയൻസ് ജുറാസിക് വേൾഡിലുള്ള റെപ്റ്റൈൽസുമായിട്ട് ഉള്ള സിമിലാരിറ്റി ആണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡയാസ്പിഡ് സ്കള്ള് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സിമിലർ ടു ദി ആർക്കോസോറിയൻസ്. ഓക്കെ, now birds share tetraradiate pelvis with the sauropsids. Okay, sauropsids ആയിട്ടാണ് ഈ tetraradiate pelvis പറയുന്നത്. And with the sphinodon, the birds share the uncinate process. Sphinodon എന്ന് പറയുന്നതും ഒരു എവല്യൂഷണറി ലിങ്ക് ഉള്ള റെപ്റ്റൈലിയൻ ആണ് എന്ന് നമുക്കറിയാം. ഈ സ്പിനോഡോണുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അൺസിനേറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ റിബിന്റെ ക്യാരക്ടർ അല്ലെ, രണ്ട് ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള റിബ്, അതുപോലെ അൺസിനേറ്റ് പ്രോസസ് നമ്മൾ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കണം, ഇറ്റ് ഈസ് ആക്ച്വലി ഷെയർഡ് വിത്ത് സ്പിനോഡോൺ. ഓക്കെ, നൗ റെപ്റ്റേലിയൻ ആയിട്ട് തന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ് കെമലിയോ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജുറാസിക് വേൾഡ് ആയിട്ടുള്ള പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സ്പിനോഡോൺ, എവല്യൂഷണറി ലിങ്ക് ഉള്ള റെപ്റ്റേലിയൻ ആണ് സ്പിനോഡോൺ എന്ന് പറയുന്നത്. ഒരു ആൻഷ്യന്റ് റെപ്റ്റേലിയൻ കൂടിയാണ്, ലൈവ് ആണ്, കണക്റ്റിംഗ് ലിങ്ക് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരു ലിവിങ് ഫോസിലാണ് എന്ന് പറയാം. ഓക്കെ, കണക്റ്റിംഗ് ലിങ്ക് എന്നതിനപ്പുറത്തേക്ക് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നതായിരിക്കും സ്പിനോഡോണിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ നന്നാവാം. നമ്മൾ ഓൾറെഡി തേർഡ് സെമിൽ പഠിച്ചിട്ടുണ്ടത്. വിത്ത് കെമലിയോ, ഇനി അടുത്ത ഒരു റെപ്റ്റൈൽ ആണ് കെമലിയോ എന്ന് പറയുന്നത്. അതുമായിട്ട് എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് നോക്കാം. സോ എയർ സാക്സ് എന്ന് പറയുന്നത് കെമലിയോ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണ്. ആൻഡ് ഓൾസോ വിത്ത് ടെർസിൽസ് ആൻഡ് മൈനോഡോണോസസ് they share the presence of teeth. കാരണം ചില ആൻഷ്യന്റ് ബേർഡ്സിൽ എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ടീത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മോഡേൺ ബേർഡ്സിൽ ആണ് ടീത്ത് ഇല്ലാത്തത് എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പം ചില എക്സ്റ്റിങ്ക്റ്റ് ബേർഡ്സിന്റെ കേസിൽ തീക്കോഡോണ്ട് ആയിട്ടുള്ള ടീത്ത് തന്നെ നമുക്ക് കാണാം. തീക്കോഡോണ്ട് എന്ന് പറയുന്നത് ജോല് ഡീപ്പായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ടീത്തിനെയാണ് നമ്മൾ തീക്കോഡോണ്ട് ടീത്ത് എന്ന് പറയുന്നത്. ചില ആൻഷ്യന്റ് ബേർഡ്സിൽ, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബേർഡ്സിൽ ഇറ്റ് ഇസ് പ്രസന്റ്. അപ്പൊ ടീത്ത് എന്ന് പറയുന്നത് റെപ്റ്റൈൽസിൽ ടേർട്ടിൽസും ഡൈനോസേഴ്സും ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബേർഡ്സിന്റെ കേസിൽ. അത് ആൻഷ്യന്റ് ബേർഡ്സിന്റെ കേസിലാണ്, മോഡേൺ ബേർഡ്സിന്റെ കേസിലല്ല. ഓക്കെ, നൗ ബേർഡ് ഷെയർ വിത്ത് മാമൽസ് വാം ബ്ലഡഡ്നെസ് ആൻഡ് വിത്ത് മാമൽസ് ആൻഡ് ക്രൊക്കഡൈലിയൻസ് ടെട്രോലോക്കുലാർ ഹാർട്ട്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്, ഷെയർഡ് ക്യാരക്ടർ ആയിട്ട്. ഓക്കെ, നൗ ഞാൻ നേരത്തെ പറഞ്ഞു
ഓക്കെ. റൈറ്റ്, ലെഫ്റ്റ്, ബോത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ ബേർഡ്സിനെയാണോ? ഓക്കെ, നേരത്തെ പറഞ്ഞപ്പോൾ എന്തോ ചെറിയ ചേഞ്ച് സംഭവിച്ചിരുന്നു. അതായത് റെപ്റ്റൈലിന് റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മെൻഷൻ ചെയ്തതെന്ന് തോന്നുന്നു. അത് മാമലിനാണ്. അതൊന്ന് ഞാൻ വിട്ടുപോയതാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേക്കണേ. അതായത് മാമൽസിന്റെ കേസിലാണെങ്കിൽ റൈറ്റ്, റെപ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ രണ്ടും ഉണ്ട്. അയോട്ടിക് ആർച്ചിന്റെ കേസാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അയോട്ടിക് ആർച്ച് എനിക്ക് തോന്നുന്നു അത് റെപ്റ്റേലിയൻ ആണ് റൈറ്റ് എന്നാണ് ഞാൻ മെൻഷൻ ചെയ്തതെന്ന് തോന്നുന്നു. അതൊരു കൺഫ്യൂഷനാണ്. അത് മാറ്റുക. മാമലിനാണ് റൈറ്റ് അയോട്ടിക് ആർച്ച് ഉള്ളത്. ലെഫ്റ്റ് അയോട്ടിക് ആർച്ച് ഉള്ളത് ബേർഡ്സിനാണ്. ലെഫ്റ്റ്, റൈറ്റ്, ഒരു സെക്കൻഡ്. നമ്മൾ ഓവറിയും അതുപോലെ തന്നെ അയോട്ടിക് ആർച്ചും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓവറി എന്ന് പറയുന്നത് ബേർഡ്സിന്റെ കേസിൽ ലെഫ്റ്റ് ഓവറിയാണ് പ്രസന്റ്, റൈറ്റ് ഓവറി ആബ്സെന്റ് ആണ്. അപ്പം അയോട്ടിക് ആർച്ചസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് അയോട്ടിക് ആർച്ചാണ് ബേർഡ്സിൽ പ്രസന്റ്, ലെഫ്റ്റ് അയോട്ടിക് ആർച്ച് ആബ്സെന്റ് ആണ്. ഇപ്പം മാമൽസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് അയോട്ടിക് ആർച്ച് പ്രസന്റ് ആണ്, റൈറ്റ് ആബ്സെന്റ് ആണ്. റെപ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അയോട്ടിക് ആർച്ചസ് പ്രസന്റ് ആണ്. ഇപ്പം ഈ ഒരു കമ്പാരിറ്റീവ് ഫീച്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ റെപ്റ്റൈലിന് റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റ് എന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് മാറ്റി മനസ്സിലാക്കിയേക്കണേ. ഓക്കെ, നേരത്തെ കുറച്ച് മുമ്പേ ഉള്ള വീഡിയോയിൽ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പം റെപ്റ്റൈൽസിന്റെ കേസിൽ they have both the right and left aortic arches എന്നുള്ളത് ഓർക്കുക. ഓക്കെ, so that's it about the general characters of class Aves. ഇനി നമുക്ക് ക്ലാസ് എയ്വ്സിന്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ പാറ്റേൺ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാം.